ഹായ് ഓൾ. പോളിനോമിയൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 221 അതിലുള്ള ചോദ്യവും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു ചാപ്റ്ററിൻ്റെ 2 പാർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നേരിട്ട് ചോദ്യത്തിലേക്ക്. ചോദ്യം എങ്ങനെയാണ്? ദ ഗ്രാഫ് ഓഫ് സം സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ആർ ഗിവൺ ബിലോ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ 3 ഗ്രാഫാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത്, 3 സബ് ക്വസ്റ്റ്യനായിട്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഫൈൻഡ് ദ പോളിനോമിയൽസ്. ആ പോളിനോമിയൽസ് കറസ്പോണ്ടിങ് പോളിനോമിയൽസ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്ത് ഡിഗ്രി പോളിനോമിയലാണ്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഇനി എക്സാമിനോ മറ്റോ അങ്ങനെ തന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം ഗ്രാഫിൻ്റെ ഷേപ്പ് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താ ഗ്രാഫിൻ്റെ ഷേപ്പ്? ഒരു കർവായിട്ടാണല്ലോ വരുന്നത്. ഈ കർവിനെ നമ്മൾ സാധാരണ എന്താ വിളിക്കുക? പാരാബോള എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതും പാരാബോളിക് ഷേപ്പാണ്. അപ്പം പാരാബോളിക് ഷേപ്പ് ആണെങ്കിൽ അത് ഏത് ഡിഗ്രി പോളിനോമിയലാണ്? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ് അല്ലേ? ഇത് ഇവിടെ തന്നിട്ടുണ്ട്. ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം നമ്മളൊന്ന് എഴുതി വെക്കുക. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്തായിരുന്നു? ഇത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനോ അല്ലെങ്കിൽ ഓരോ പോളിനോമിയൽസ് അനുസരിച്ച് പലതരം സ്ട്രെയിറ്റ് ലൈൻസ് വരും. എന്തായാലും സ്ട്രെയിറ്റ് ലൈനാണ് വരിക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ചെയ്ത ചോദ്യത്തിൽ അതേപോലെ തന്നെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം ജനറൽ ഫോം എഴുതും. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇനി ചെയ്യേണ്ടത് ഓരോരോ എക്സ് വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് കിട്ടുന്ന പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ പി ഓഫ് എക്സ് ആയിട്ട് നമുക്ക് പി ഓഫ് 0യോ പി ഓഫ് 1ഓ പി ഓഫ് 2ഓ അങ്ങനെ ഏതെങ്കിലും 3 വാല്യൂസാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, തൊട്ട് മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻസിൽ 2 വാല്യൂസ് മതിയായിരുന്നു. ഇവിടെ എത്ര വാല്യൂസ് വേണം? 3 വാല്യൂസ് വേണം. അതെന്തുകൊണ്ടാണ് 3 വാല്യൂസ്? നമുക്ക് എ എന്ന് പറഞ്ഞിട്ടും എ ബി സി അങ്ങനെ 3 ആളുകളെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പം 3 ആളുകളെ കണ്ടുപിടിക്കണമെങ്കിൽ ഒട്ടുമിക്കത്തിലും നമുക്ക് എത്ര വാല്യൂസ് വേണ്ടി വരും? 3 വാല്യൂസ് വേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് ഗ്രാഫ് എന്നാണ് കണ്ടുപിടിക്കാം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം നോക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സെയിം സാധനം തന്നെയാണ്. ഇത് എക്സ് ആക്സിസ് ആണ്. ആ എക്സ് ആക്സിസ് സൂചിപ്പിക്കുന്നത് എക്സിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെയാണ്. ഇത് വൈ ആക്സിസ് ആണ്. ഈ വൈ ആക്സിസ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? എക്സിന് നമ്മൾ വാല്യൂ കൊടുത്തപ്പം കിട്ടിയ കറസ്പോണ്ടിങ് പി ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നേരെ 0 തന്നെ തുടങ്ങാം. 0 എന്ന് പറഞ്ഞ പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റിൽ നിന്ന് വെർട്ടിക്കലായിട്ടുള്ള ലൈൻ എന്ന് വെച്ചാൽ നമ്മുടെ വൈ ആക്സിസ് തന്നെ. ആ വൈ ആക്സിസും ഗ്രാഫുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? 3 എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ മീനിങ് എന്താ? പി ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് വേറെ ഏത് പോയിന്റ് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ 1 എടുത്തു. നോക്കുക, 1 എന്നുള്ളൊരു വെർട്ടിക്കൽ ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈന് ഗ്രാഫുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? ഈ 1 തന്നെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെയുള്ള കറസ്പോണ്ടിങ് വൈ ആക്സിസിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ എത്രയാണ് നോക്കുക. അതേതാ വാല്യൂ? ആ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ എഴുതി വെക്കുക പി ഓഫ് 1 ആണ് എക്സ് വാല്യൂ അല്ലേ? അതെന്തിന് ഈക്വൽ ആയിരിക്കും? വൈ വാല്യൂ ആയിട്ടുള്ള 0ക്ക് ഈക്വൽ ആയിരിക്കും. പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 0. അതും കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് 2 ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ? 2 എന്ന് വരയ്ക്കുന്ന ഒരു വെർട്ടിക്കൽ ലൈന് ഗ്രാഫുമായിട്ട് ഈ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ നമുക്ക് എളുപ്പമായിട്ട് 3 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാം. 3 എന്നുള്ള പോയിന്റ് എന്നുള്ള ലൈന് ഗ്രാഫുമായിട്ട് എവിടെ തന്നെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? 3ൽ തന്നെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് വൈ വാല്യൂ നേരിട്ട് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്രയാണ്? 0 ആണ്. അപ്പോൾ പി ഓഫ് 3 എത്രയാണ്? 0. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്രാഫിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്തിട്ട് എ ബി സി എന്നുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കാം. ഇവിടെ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നേരിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡാറ്റ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നാണ് ജനറൽ ഫോം. പി ഓഫ് 0 3ക്ക് ഈക്വലാണ്. പി ഓഫ് 1 0ക്ക് ഈക്വലാണ്. പി ഓഫ് 3 വീണ്ടും 0ക്ക് തന്നെ ഈക്വലാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ആദ്യത്തെ ഡാറ്റ പി ഓഫ് 0 ഇസ് ഈക്വൽ ടു എത്രയാണ്? 3 ആണ്. അപ്പോൾ നമ്മൾ എഴുതും പി ഓഫ് 0 എന്ന് കണ്ടുപിടിക്കും. പി ഓഫ് 0 എങ്ങനെ കണ്ടുപിടിക്കുക? എ എക്സ് സ്ക്വയർ എന്നുള്ളിടത്ത് എ ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് ബി എക്സ് എന്നുള്ളിടത്ത് ബി ഇൻറ്റു 0 പ്ലസ് സി എന്നുള്ളിടത്ത് സി തന്നെ. അതെന്തിന് ഈക്വലാണ്? 3ക്കാണ് ഈക്വൽ. അപ്പോൾ ഈക്വൽ ടു 3 എന്ന് എഴുതി വെച്ചു. ഇനി എ ഇൻറ്റു 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അപ്പോൾ എ ഇൻറ്റു 0 എത്ര വരും? 0 വരും. ബി ഇൻറ്റു 0 അതും 0 ആയിപ്പോവും. അപ്പോൾ ആ 2 ആളുകൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട.
പിന്നെ ആര് മാത്രമേ ഇവിടെ ഉള്ളൂ? സി മാത്രമേ ഉള്ളൂ. അപ്പോൾ സി അവിടെ നിന്ന് നമുക്ക് കിട്ടി. സി ഇസ് ഈക്വൽ ടു എത്രയാണ്? 3 ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡാറ്റ. ആ ഡാറ്റ നമ്മളവിടെ എഴുതി വെച്ചു. സി ഇസ് ഈക്വൽ ടു 3 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡാറ്റ കണ്ടുപിടിക്കാനായിട്ട് പി ഓഫ് 1 ഇസ് ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാം. പി ഓഫ് 1 എത്രയാണ്? 0. അപ്പോൾ അത് എഴുതി നോക്കാം. പി ഓഫ് 1 എങ്ങനെ കണ്ടുപിടിക്കാം? എ എക്സ് സ്ക്വയർ എന്നുള്ളിടത്ത് എ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് ബി എക്സ് എന്നുള്ളിടത്ത് ബി ഇൻറ്റു 1 പ്ലസ് സി ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. ശ്രദ്ധിക്കുക, 1ൻ്റെ സ്ക്വയർ 1 ആണല്ലേ. 1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? എ തന്നെ കിട്ടും. ഇനി ബി ഇൻറ്റു 1 എന്ത് കിട്ടും? ബി എന്ന് കിട്ടും. അപ്പോൾ അവിടെ പ്ലസ് ബി പ്ലസ് ഇവിടെ സി എന്നാണുള്ളത്. ഞാൻ ഡയറക്റ്റ്ലി സീൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കാൻ പോവാണ്. സീൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പോൾ പ്ലസ് 3 എന്ന് ഡയറക്റ്റ്ലി കൊടുത്തു. ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 0. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എ പ്ലസ് ബി എന്നാണ് ഈ സൈഡിലുള്ളത് അല്ലേ. പ്ലസ് 3 എന്നുണ്ട്. ഈ 3നെ ഈക്വൽ സൈനിൻ്റെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? പ്ലസ് 3 എന്നുള്ളത് -3 ആയിട്ട് മാറും. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇവിടെ ബി എന്നുണ്ട്. ഓൾറെഡി ഒരു 0 ഉണ്ട്. 0 - 3 എന്ന് വരും. 0 - 3ൻ്റെ വാല്യൂ എത്രയാണ്? എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0 - 3 എന്ന് വെച്ചാൽ -3 എന്ന് കിട്ടും. ഇതൊരു ഇക്വേഷനായിട്ട് നമുക്ക് അവിടെ കിട്ടി. അവിടെ നിന്നോട്ടെ. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു -3 തൽക്കാലം നമുക്ക് അവിടെ വെക്കാം. എന്നിട്ട് ഇതാവശ്യമുണ്ട്. ഞാനിതിന് തൽക്കാലം ഒരു നമ്പർ കൊടുത്തു. 1 എന്നുള്ള നമ്പർ കൊടുത്തു വെച്ചു. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു -3. ഇനി അടുത്ത ഡാറ്റയിലേക്ക് ശ്രദ്ധിക്കാം. അടുത്ത ഡാറ്റ എന്താ? പി ഓഫ് 3 ഇസ് ഈക്വൽ ടു 0 എന്നാണ്. കൊടുത്തു നോക്കാം. പി ഓഫ് 3 എങ്ങനെ കണ്ടുപിടിക്കാം? പി ഓഫ് 3 എ ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 3 പ്ലസ് സി. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 0 കിട്ടണം. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. ആ 9 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എത്ര എ കിട്ടും? 9a കിട്ടും അല്ലേ. പ്ലസ് ബി ഇൻറ്റു 3 എന്ന് ഇവിടെ പറയുന്നുണ്ട്. ബി ഇൻറ്റു 3 എത്രയാണ്? 3b ആണ്. പ്ലസ് അടുത്തത് സി എന്നാണ് പറയുന്നത്. സീൻ്റെ വാല്യൂ നമുക്കിവിടെ മേലെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 3 ആണ്. ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് 3 ഈക്വൽ ടു ചെയ്ത് എത്ര കിട്ടും? 0 കിട്ടും. ഇനി നേരത്തെ ചെയ്ത പോലെ ഈ 3നെ ഓപ്പോസിറ്റ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പം 9a പ്ലസ് 3b ഈക്വൽ ടു 0 - 3 എന്ന് വരും. നമുക്ക് ഓൾറെഡി അറിയാം -3 ആണ്. അതുകൊണ്ട് നേരെ എഴുതി വെച്ചു. ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. 9a പ്ലസ് 3b ഈക്വൽ ടു -3. മേലെ a പ്ലസ് b ഈക്വൽ ടു -3. ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുമ്പം ശ്രദ്ധിക്കുക, നമുക്ക് ഏതെങ്കിലും ഒരാളെ ഒന്നെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം. എൻ്റെയോ ഈ കാണുന്ന എൻ്റെയോ അല്ലെങ്കിൽ ബീൻ്റെയോ കൊയിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ആളുകൾ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ അങ്ങനെ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ഇക്വേഷനില്ലേ, ആ ഇക്വേഷനിൽ ആദ്യത്തെ ആൾ 9a ആണ്, രണ്ടാമത്തെ ആൾ 3b ആണ്, അപ്പുറത്തെ സൈഡിൽ -3 ഉണ്ട്. ഇതിലൊക്കെ കോമൺ ആയിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റിയൊരു നമ്പർ ഉണ്ട്. ഏതാ നമ്പർ? എല്ലാത്തിനെയും 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഞാൻ നേരെ 3 കൊണ്ട് ഹരിച്ചു. 3 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ടേമിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 ടേമിന് ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നോക്കുക, 9/3 എന്ന് പറഞ്ഞാൽ 3 കിട്ടാം. 3 തന്നെയല്ല കിട്ടുക. അപ്പോൾ 3a എന്നായിട്ട് മാറും അത്. പ്ലസ് ഇവിടെയോ 3/3 എത്ര കിട്ടുക? 1 ആണ് കിട്ടുക. അപ്പോൾ 1b തന്നെ കിട്ടും. ഇനി അപ്പുറത്തും 3/3 1 ആണ്, പക്ഷേ അവിടെ മൈനസ് സൈൻ ഉണ്ടായതുകൊണ്ട് -1 കിട്ടും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇനി ഈ രണ്ട് ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം ഒന്ന് സോൾവ് ചെയ്യണം. എങ്ങനെയാണ് സോൾവ് ചെയ്യാം? ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതുന്നുണ്ട്. 3a പ്ലസ് ബി ഇസ് ഈക്വൽ ടു -1 ആണ് രണ്ടാമത്തെ ഇക്വേഷൻ. a പ്ലസ് ബി ഇസ് ഈക്വൽ ടു -3 എന്നാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻസ് ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഇവിടെയും എന്താണ്? ബി എന്ന് പറയുന്ന ആൾ കോയിഫിഷ്യൻസ് സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷനും ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിക്കുക. നിങ്ങൾ 2 പ്ലസ് അല്ല മൈനസ് ചെയ്യുക. മൈനസ് ചെയ്താലല്ലേ ബി പോവുള്ളൂ. 2 - 1 ഒന്ന് ചെയ്ത് നോക്കിക്കേ. 2 - 1 ചെയ്ത് നോക്കുക. 2 - 1 ചെയ്യുമ്പം ആദ്യം 3a എന്ന് a കുറയ്ക്കണം അല്ലേ. 3a - a എത്ര a കിട്ടുക? 2a കിട്ടും. ഇവിടെ b ഉണ്ട്. b മൈനസ് ബി ചെയ്ത് എന്താ കിട്ടുക? 0 ആയിപ്പോവും. അതുകൊണ്ട് എഴുതണ്ട. ഈക്വൽ ടു ഇവിടെ ഉള്ളത് -1 ആണ്. അപ്പോൾ -1 എഴുതുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ക്രിയ
നമ്മൾ ചെയ്യേണ്ട ക്രിയ എന്താണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്താണ്, മൈനസ് ആണ്. ഇനി അപ്പുറത്തുള്ള നമ്പർ -3 ആണ്. അപ്പോൾ 2a = ഈ രണ്ട് മൈനസുകൾ കൂടി ചേർന്നിട്ട് എന്താവും, പ്ലസ് ആകും അല്ലേ. അപ്പം -1 + 3 എന്ന് കിട്ടും. ഈ -1 + 3 എത്രയാണ്, 3 - 1 ഈക്വലാണ് 2 തന്നെയാണ്. അപ്പോൾ 2a = 2 എന്ന് കിട്ടും. അതിൽ നിന്ന് a = ഈ സൈഡിലുള്ള 2 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പം /2 ആവും. 2/2 = 1. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിസൾട്ടായിട്ട് കിട്ടുന്നത്. a = 1. ഓൾറെഡി c നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് സെക്കൻഡ് റിസൾട്ടാണ്. c കിട്ടിയിട്ടുണ്ട് 3 ആണ്. ഇപ്പം എന്തെന്ന് കിട്ടി, a = എത്രയാണെന്ന് കിട്ടി, 1 ആണെന്ന് കിട്ടി. ഇനി a = 1. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബീനെ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ബീനെ കണ്ടുപിടിക്കാം? ബീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻസ് ഉണ്ട്. നോക്കിക്കേ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ, ഇത് ഒന്നാമത്തെ ഇക്വേഷൻ അല്ലേ. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ കണ്ട് എടുക്കുക. ഞാൻ എടുത്തു a + b = -3 എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തു. ഒന്നാമത്തെ ഇക്വേഷനാണ്, അതെടുത്തു. അതിൽ a എന്നുള്ളിടത്ത് നമ്മൾ എൻ്റെ വാല്യൂ കൊടുക്കുക. എൻ്റെ വാല്യൂ എത്ര കിട്ടിയത്, 1 ആണ്. ഇതാ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ 1 + b = -3 എന്ന് കിട്ടും. b മാത്രം കണ്ടുപിടിക്കാൻ ഇവിടെയുള്ള 1 ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകണം. അപ്പോൾ +1 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, -1 ആവും. -3 - 1 എന്ന് കിട്ടും. -3 - 1 എത്രയാണ്, -4 ആണ്. b = എത്രയെന്ന് കിട്ടി, -4 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിപ്പോൾ എയുമായി ബിയുമായി ആരുമായി, സിയുമായി. ഇനി നേരെ പോളിനോമിയൽ എഴുതി വെക്കാം. പോളിനോമിയൽ ഇങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, p(x) = ax² + bx + c. എൻ്റെ വാല്യൂ ഇത്ര കിട്ടിയത് 1 ആണ്. അപ്പോൾ 1x² എന്ന് വെച്ചാൽ x² തന്നെ, പ്ലസ് ബീൻ്റെ വാല്യൂ -4 ആണ്. അപ്പോൾ -4x പ്ലസ് സീൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3 എന്ന് കൊടുത്തു. ഇനി x² ഈ രണ്ടാളുകൾ പ്ലസും മൈനസും കൂടി ചേർന്ന് എന്താവും, മൈനസ് ആവും അല്ലേ. അപ്പോൾ x² - 4x + 3. ഇതാണ് p(x) എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളിനോമിയൽ. ആ ഗ്രാഫ് സൂചിപ്പിക്കുന്ന പോളിനോമിയൽ ഏതാണ്, ഈ കാണുന്ന ആളാണ്. ഇത്രയും എഴുതി വെച്ചാൽ നമ്മുടെ ആൻസർ മൊത്തമായിട്ട് കഴിഞ്ഞു. അപ്പം നേരത്തെ ക്വസ്റ്റ്യനും കാട്ടി കുറച്ചും കൂടി സ്റ്റെപ്പ് കൂടുതലാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ചെയ്തു വരണം. ഇനി നേരെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സബ് ക്വസ്റ്റ്യൻ 2. ഇവിടെയും ഗ്രാഫിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കുക, പാരാബോള. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നെയാണ്. ജനറൽ ഫോം ax² + bx + c. ഇനി ആദ്യം 0 എന്നുള്ള പോയിൻ്റ് ഗ്രാഫുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്, 4-ലാണല്ലേ. അപ്പോൾ p(0) നമുക്ക് കിട്ടിയ എത്രയാണ്, 4 ആണ്. ഫസ്റ്റ് പോയിൻ്റായി. ഇനി അടുത്തത് 1-ൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഗ്രാഫ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് y വാല്യൂ എത്രയാണ്, 0 ആണ്. അപ്പോൾ p(1) = എത്ര എന്ന് കിട്ടി, 0 എന്ന് കിട്ടി. ഇതുപോലെ 2 എന്ന് പറഞ്ഞ പോയിന്റ് y ആക്സിസിലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ 0-ലേക്കാണ് വരുന്നത് അല്ലേ. അപ്പം p(2) അതും എത്ര എന്ന് കിട്ടി, 0 എന്ന് കിട്ടി. ഈ ഡാറ്റ വെച്ച് നമ്മളിനി എയും ബിയും സിയും കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കിയ 3 ഡാറ്റാസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് ജനറൽ ഫോം ax² + bx + c. 2 p(0) 4 ആണ്, p(1) 0 ആണ്, p(2) എത്രയാണ്, അതും 0 ആണ്. ഇനി ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് p(0) എന്നിട്ട് അത് = 4 എന്ന് കൊടുക്കാം. നോക്കാം, p(0) എങ്ങനെ കണ്ടുപിടിക്കാം, ax² + bx + c എന്നാണ് നമ്മുടെ പോളിനോമിയൽ. അപ്പോൾ അവിടെ x എന്ന് കാണുന്നിടത്തൊക്കെ എന്തെന്ന് കൊടുക്കുക, 0 എന്ന് കൊടുക്കുക. a × 0² + b × 0 + c = എത്രയാണ് വാല്യൂ, 4 ആണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ 4 എന്ന് കൊടുക്കുക, = 4. 0² × a എന്ന് പറഞ്ഞാൽ അത് 0 ആയിപ്പോയി. b × 0 എന്നുള്ളതും 0 ആയിപ്പോയി. ആര് മാത്രമേ ബാക്കി വരുള്ളൂ, c = എത്രയെന്ന് കിട്ടി, 4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ട ആദ്യത്തെ റിസൾട്ടായി c എത്രയാണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 4 ആണ്. അതവിടെ നിന്നോട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. c = 4. ഇനി അടുത്ത ഡാറ്റ p(1) = 0 ആണ്. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. p(1) എങ്ങനെ കണ്ടുപിടിക്കുക, a × 1² + b × 1 + c ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. a × 1² എന്ന് വെച്ചാൽ 1² 1 ആണ്. a × 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക, a എന്ന് തന്നെ കിട്ടും.
പ്ലസ് ബി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ബി എന്ന് കിട്ടും, പ്ലസ് സി, ശ്രദ്ധിക്കണേ, പ്ലസ് സി എന്നാണുള്ളത്. ആ സീൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ്? ഇതെവിടെ മേലുണ്ട്, 4 ആണ്. അപ്പം ഞാനത് ഡയറക്റ്റ്ലി കൊടുത്തു 4 ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 0 എന്ന് കിട്ടും. ഇനി എ പ്ലസ് ബി മാത്രം ഇവിടെ നിർത്തുക. അപ്പുറത്തെ സൈഡിൽ 0 ഉണ്ട്. ഇവിടെയുള്ള പ്ലസ് 4 ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ സൈൻ്റെ തൊട്ടപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും, -4 ആയിട്ട് മാറും. അപ്പോൾ 0 - 4 വിച്ച് മീൻസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 - 4. 0 - 4 എന്ന് പറഞ്ഞാൽ എന്താ, -4 ആണ്. അപ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു -4 എന്ന് കിട്ടി. ഇത് നമ്മളുടെ ആദ്യത്തെ ഇക്വേഷനായിട്ട് അവിടെ വെക്കുക, ഫസ്റ്റ് ഇക്വേഷൻ. അതിന് നമ്പറും കൊടുത്തു, 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത ഡാറ്റയിലേക്ക് ശ്രദ്ധിക്കാം. പി ഓഫ് 2 എത്രയാണ്, 0 ആണ്. അപ്പോൾ നേരെ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവാം. പി ഓഫ് 2 എങ്ങനെ കിട്ടുക, എ ഇൻറ്റു എക്സ് സ്ക്വയർ എന്നുള്ളത് 2² പ്ലസ് ബി ഇൻറ്റു 2 പ്ലസ് സി ഈക്വൽ ടു എത്ര എന്ന് കിട്ടും, 0 എന്ന് കിട്ടും. 2ൻ്റെ സ്ക്വയർ എത്രയാണ്, 4 ആണല്ലേ. അപ്പോൾ 4 ഇൻറ്റു എ, 4a എന്നാണ് കിട്ടുക. 2 ഇൻറ്റു ബി എന്താ കിട്ടുക, 2b എന്ന് കിട്ടും. പ്ലസ് സീൻ്റെ വാല്യൂ നമ്മൾ മേലെ നോക്കിയാൽ മതി. സീൻ്റെ വാല്യൂ എത്രയുള്ളത്, 4 ആണുള്ളത്. അപ്പോൾ നേരെ 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈക്വൽ ടു 0. ഇനി 4aയും 2bയും ഇവിടെ നിന്നോട്ടെ. നമ്മുടെ കയ്യിൽ ഇവിടെയുള്ള 4 തൊട്ടപ്പുറത്തെ സൈഡിലേക്ക് പോവും. അപ്പോൾ എന്താവും, 0 അപ്പുറത്തുണ്ട്, +4 അങ്ങോട്ട് പോകുമ്പോൾ -4 ആയിട്ട് മാറും. 4a പ്ലസ് 2b ഈക്വൽ ടു -4 എന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ എയും ബിയുമാണ്. ഇവിടെയോ 4aയും 2bയും അപ്പുറത്ത് -4 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ബീൻ്റെ കൊയിഫിഷ്യൻസ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഈ ടോട്ടൽ മൊത്തം ഇക്വേഷനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്തുകൊണ്ടാണ് 2 നോക്കുക, ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ എന്താണ് 4 ആണ്. എല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഇക്വേഷനെ ടോട്ടലി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഇക്വേഷൻ എഴുതി 4a പ്ലസ് 2b ഈക്വൽ ടു -4. ഓരോ ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, 2/4 എത്രയാണ് കിട്ടുക, 2 ആണ് കിട്ടുക. അപ്പോൾ 2a. ഇനി അടുത്തത് 2/2 എത്രയാണ് കിട്ടുക, 1 ആണ്. അപ്പോൾ 1b ഈക്വൽ ടു -4/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, -2. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇവനെയാണ്. 2 നമ്പർ കൊടുക്കാം. ഓക്കെ, ഇനി 2 ഇക്വേഷൻ ഒന്ന് അടുപ്പിച്ച് എഴുതി നോക്കാം അല്ലേ. ഞാനിവിടെ എഴുതുന്നുണ്ട് 2a പ്ലസ് ബി ഈക്വൽ ടു -2 എന്നാണ് രണ്ടാമത്തെ ഇക്വേഷൻ. എ പ്ലസ് ബി ഈക്വൽ ടു -4 എന്നാണ് ഒന്നാമത്തെ ഇക്വേഷൻ. സോൾവ് ചെയ്യുക എങ്ങനെയാണ്, ഇത് 1. ഇക്വേഷൻ നമ്പർ 2ന്ന് 1 അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 2a എന്ന് എ പോകുക ആദ്യം. 2a എന്ന് എ പോകുമ്പോൾ എത്ര കിട്ടും, 1a എന്ന് കിട്ടും. അടുത്തത് b മൈനസ് ബി ആണ്. b മൈനസ് ബി 0 ആണ്, അത് പോയി. ഇനി അടുത്തത് -2 മൈനസ് -4 ആണ്. ശ്രദ്ധിക്കുക, -2 മൈനസ് -4 എന്ന് വെച്ചാൽ -2 പ്ലസ് 4. ഈ 2 മൈനസുകൾ കൂടി ചേർന്ന് എന്താവും, പ്ലസ് ആകും. അപ്പോൾ എൻ്റെ വാല്യൂ -2 + 4 ആണ്. -2 + 4 എന്ന് പറഞ്ഞാൽ 4 - 2 ഈക്വൽ ആണ്. എ ഈക്വൽ ടു എത്ര എന്ന് കിട്ടും, 2 എന്നാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടുക, എൻ്റെ വാല്യൂ കിട്ടി 2. ഇനി ബീൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻസ് അല്ലേ. മേലെ നോക്കിയാൽ ഇവിടെ ഒരു ഇക്വേഷനും ഇവിടെ ഒരു ഇക്വേഷനും ഉണ്ട്. ഈ 2 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇങ്ങോട്ട് എടുക്കുക. ഞാൻ എടുത്തു ഒന്നാമത്തെ ഇക്വേഷൻ നമ്പർ 1, a + b ഈക്വൽ ടു -4 എന്നാണ്. അതിൽ എൻ്റെ വാല്യൂ ആയി 2 കൊടുക്കുന്നു. അപ്പോൾ 2 + b ഈക്വൽ ടു -4 എന്ന് കിട്ടും. ബീനെ മാത്രം ഇവിടെ നിർത്തുന്നു. 2 എന്ന് പറയുന്ന ആളെ ഈ 2നെ തൊട്ടപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ -4 -2 എന്ന് കിട്ടും. +2 അങ്ങോട്ട് പോകുമ്പോൾ -2. അപ്പോൾ b ഈക്വൽ എത്ര എന്ന് കിട്ടും, -6 എന്ന് കിട്ടും. ബീൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എത്രയാണ്, -6. ഓൾറെഡി എ കിട്ടിയതാണ് 2, ബി ഇപ്പോൾ എത്ര കിട്ടി, -6. സി നമുക്ക് ആദ്യം കിട്ടിയതാണ് എത്രയാണ്, 4 ആണ്. ഇനി ഡയറക്റ്റ്ലി നമുക്ക് ആരെ എഴുതാം, പോളിനോമിയലിനെ എഴുതാം. പോളിനോമിയലിൻ്റെ പേരെന്താ, പേരല്ല, പോളിനോമിയലിൻ്റെ ജനറൽ ഫോം p(x) = ax² + bx + c. ഇവിടെ p(x) തന്നെ കൊടുക്കും. ax² എന്നുള്ളിടത്ത് എൻ്റെ വാല്യൂ 2x²
പ്ലസ് ബി എക്സ് എന്നുള്ളിടത്ത് പ്ലസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ -6 ആണ്, അപ്പോൾ -6x പ്ലസ് സി എന്നുള്ളിടത്ത് സീൻ്റെ വാല്യൂ എത്രയായിരുന്നു 4 എന്നാണല്ലേ നമുക്ക് മേലെ കിട്ടി, അപ്പോൾ +4 എന്ന് കൊടുക്കും. ഇനി നോക്കുക, ഇവിടുത്തെ മൈനസും പ്ലസും കൂടെ എന്തായിട്ട് മാറും, അത് മൈനസ് ആയിട്ട് മാറും അല്ലേ. അപ്പം ലാസ്റ്റ് നമുക്ക് ചുരുക്കി കണ്ട് ഇങ്ങനെ എഴുതാം, P(x) = 2x² - 6x + 4. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം പരിപാടികൾ കഴിഞ്ഞു. ലാസ്റ്റ് നമുക്ക് പോളിനോമിയൽ 2x² - 6x + 4 എന്നുള്ള ആൻസറും കിട്ടും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, അതിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഗ്രാഫിൻ്റെ ഷേപ്പ് പാരാബോളയാണ്, പക്ഷേ നേരത്തെ തന്ന പോലെയല്ല, ഒന്ന് തല തിരിഞ്ഞിട്ടാണ് അല്ലേ. ഇതും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ തന്നെ ഗ്രാഫാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ചു, ജനറൽ ഫോം P(x) = ax² + bx + c ആണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. പോളിനോമിയൽ ഏത് പോളിനോമിയലാണ്, അതിൻ്റെ ജനറൽ ഫോം ഏതാണെന്നുള്ളത്. ഇനി 0 എക്സിന് 0 എന്ന് കൊടുക്കുമ്പം അവിടെ നിന്നുള്ള ലൈന് ഗ്രാഫുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്, -3 അല്ലേ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്തെന്ന് കിട്ടും, P(0) = -3 എന്ന് കിട്ടി. ഇനി 1 എന്നുള്ള പോയിന്റ് തന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ 1 എന്ന് കറസ്പോണ്ടിങ് y വാല്യൂ എത്രയാണ്, P(1) എത്രയാണ് കിട്ടുക, 0. ഇനി പിന്നെ ഉള്ളത് 3ൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നേരിട്ട് 3 എടുത്താൽ മതി. ഇനി 2 എന്നുള്ളത് ഇങ്ങനെ നോക്കി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ P(3) എത്ര എന്ന് കിട്ടി, അവിടെ നിന്നുള്ള കറസ്പോണ്ടിങ് y വാല്യൂ 3 എന്നുള്ള കറസ്പോണ്ടിങ് y വാല്യൂ എത്രയിലേക്കാണ് മാപ്പ് ആവുന്നത്, 0ലേക്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതിച്ചു, P(3) = 0. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഇനി ഇത് വെച്ചിട്ട് എയും ബിയും സിയും കണ്ടുപിടിച്ച് നോക്കാം. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത 3 ഡാറ്റാസ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. P(0) = -3, P(1) = 0, P(3) = 0. ഇനി നേരത്തെ ചെയ്ത പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, P(0) -3 ആണെന്ന് അറിയാം, അപ്പോൾ P(0) കണ്ടുപിടിക്കാം. P(0) ax² + bx + c എന്നാണ് നമ്മുടെ ജനറൽ ഫോം. അപ്പം a × 0² + b × 0 + c = എത്ര എന്ന് കിട്ടും, -3 എന്ന് കിട്ടും. ഇപ്പോൾ 2 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തതെന്ന് ഇതിൻ്റെ ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. 0 ആണ് എക്സിന് വാല്യൂ എങ്കിൽ എക്സ് ഉള്ള ടേംസ് ഒക്കെ എന്തായി പോവും, 0 ആയിപ്പോവും. അപ്പോൾ ഇവിടെ ax² 0 ആയിപ്പോവും, bx 0 ആയിപ്പോവും. അപ്പോൾ നമ്മളിങ്ങനെ എഴുതണം നിർബന്ധമൊന്നുമില്ല, നേരിട്ട് c = എത്ര എന്ന് എഴുതി വെക്കാം, -3 എന്ന് എഴുതി വെക്കാം. അപ്പോൾ നേരിട്ട് c = -3 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് പോകാം, ഒരു സ്റ്റെപ്പ് കുറയ്ക്കാം. c = -3 അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ഡാറ്റ P(1) = 0 എന്നാണ് പറയുന്നത്. അപ്പോൾ a × 1² + b × 1 + c = 0. 1 കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ, ഈ a × 1² എന്ന് പറഞ്ഞാൽ a തന്നെയാണ്, b × 1 എന്ന് പറഞ്ഞാൽ b തന്നെയാണ്. അടുത്തത് c എന്ന് വെച്ചാൽ അവിടെയുള്ള കൊയിഫിഷ്യൻസ് ജസ്റ്റ് സം ചെയ്ത് എഴുതി വെച്ചാൽ മതി. a + b + c, സിക്ക് ഞാൻ ഡയറക്റ്റ്ലി വാല്യൂ കൊടുക്കുകയാണ്, -3 = 0 എന്ന് കിട്ടും. ഈ -3 എവിടെ നിന്നാണ് വന്ന്, നമുക്കിവിടെ മേലെ കിട്ടിയിട്ടുണ്ട് c = -3 ആണെന്ന്. ഇനി a + bനെ മാത്രം അവിടെ നിർത്തി, അപ്പുറത്ത് 0 ഉണ്ട്, ഈ കാണുന്ന +-3 അല്ലേ, +-3 എന്നുള്ളത് എന്താ, -3 തന്നെയാണ് ആണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ a + b = 0 അപ്പുറത്തുണ്ട്, ഈ കാണുന്ന -3 ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, +3 ആവും, 0 + 3. അതിൽ നിന്ന് a + b = 3 എന്നുള്ള ഒരു ഫോമിലേക്ക് നമുക്ക് എത്തും. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ വിളിക്കും. a + b = 3, ഇക്വേഷൻ നമ്പർ 1. ആ ഡാറ്റയും കഴിഞ്ഞു. ഇനി അടുത്തത് P(3) = 0 എന്ന് പറയുന്ന ആളുണ്ട് അല്ലേ, ചെയ്ത് നോക്കാം. P(3) = a × 3² + b × 3 + c = 0 എന്ന് കിട്ടും. ശ്രദ്ധിക്കുക, 3ൻ്റെ സ്ക്വയർ എത്രയാണ്, 9 ആണല്ലേ. അപ്പോൾ അവിടെ 9 എന്ന് കൊടുക്കാം. 9a + 3 × b എന്താ കിട്ടുക, 3b. പിന്നെ +-3 എന്നാണ്
ആ -3 എവിടുന്ന് വന്ന് ഇതേ നോക്കുക, സീൻ്റെ വാല്യൂ -3 ആണ്. അപ്പോൾ +-3 എന്നുള്ളത് ഞാൻ ഡയറക്റ്റ്ലി എന്ത് തന്നെ കൊടുത്തു, -3 = 0. 9a + 3b, ഈ -3 ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തേക്ക് പോവും. അപ്പോൾ 0 അപ്പുറത്തുണ്ട്, +3 എന്നാകും. 9a + 3b = 3 എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1-ൽ ഇവിടെ ബിൻ്റെയും എൻ്റെയും കോയിഫിഷ്യൻറ്റ് 1 ആയതുകൊണ്ടും ഇവിടെ നമുക്ക് 9ഉം 3യും ഇപ്പുറത്തുള്ള 3നെയും 3 കൊണ്ട് കോമൺലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ എല്ലാ ടേമിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 ടേമിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 9/3 എത്ര കിട്ടുക, 3a എന്ന് കിട്ടും അല്ലേ. 3/3 എത്ര കിട്ടും, 1 കിട്ടും. അപ്പോൾ 1b എന്ന് വരും. അപ്പുറത്തും 3/3 അതും 1 എന്ന് വരും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ 2. എന്താ ഇക്വേഷൻ പറയുന്നത്, 3a + b = 1. ഇനി ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഇക്വേഷൻസ് ഒന്ന് അടുത്തായിട്ട് എഴുതി വെക്കാം. 3a + b = 1. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. a + b = 3 ഇക്വേഷൻ നമ്പർ 1 സോൾവ് ചെയ്യണമെങ്കിൽ 2 - 1 ചെയ്താൽ മതി. ഇക്വേഷൻ 2ന്ന് 1 മൈനസ് ചെയ്യുക. എങ്ങനെയാണ് വരിക, 3a a പോവും. 3a പോയാൽ എത്രയാണ് വരും, 2a. അടുത്തത് b - b എന്ന് വരും, 0 പോയി. പിന്നെ ഇവിടെ വരിക 1 - 3 ആണ്. 1 - 3 അതുപോലെ തന്നെ എഴുതാം. അപ്പോൾ 2a = 1 - 3ൻ്റെ വാല്യൂ എത്രയാണ്, -2 ആണ്. ഇനി അടുത്തതിന് a = -2 ഇവിടെ ഉണ്ട്. ഈ സൈഡിലുള്ള a അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ a അല്ല 2 അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആവും. -2/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, -1 എന്ന് കിട്ടും. അപ്പോൾ എൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, a = -1. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിസൾട്ട്, a = -1. ഇനി അടുത്തത് b കണ്ടുപിടിക്കണം. b കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്വേഷൻ നമ്പർ 2 അങ്ങോട്ട് എടുത്തു, 2 അല്ല 1 എടുത്തു. a + b = 3 ആണ് അല്ലേ. അതിൽ എൻ്റെ വാല്യൂ ആയ -1 കൊടുത്തു. -1 + b = 3 ആണ്. ബീനെ മാത്രം ഇവിടെ നിർത്തി, അപ്പുറത്ത് 3 ഉണ്ട്. ഈ കാണുന്ന -1 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, +1 ആവും. അപ്പോൾ b = എത്ര എന്ന് കിട്ടും, 3 + 1 4 എന്ന് കിട്ടും. അവിടെ ബീൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, b = 4 ആണ്. ഇനി ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. p of x = ax² + bx + c എന്നല്ലേ. ഇവിടെ എക്ക് പകരം എത്ര എന്ന് വരും, -1x² + ബിക്ക് പകരം 4 എന്ന് വരും, 4x + സീൻ്റെ വാല്യൂ നോക്കണം അല്ലേ. സീൻ്റെ വാല്യൂ നോക്കുക, -3 ആണ് കിട്ടിയത്. അപ്പോൾ +-3. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ -1x² എന്ന് സാധാരണ എഴുതാറില്ല. എങ്ങനെ എഴുതാറുള്ളൂ, -x² എന്ന് എഴുതാറുള്ളൂ. +4x എന്ന് വരും. ഈ മൈനസും പ്ലസും കൂടെ കൂടിച്ചേർന്ന് എന്താവും, മൈനസ് ആയിട്ട് മാറും. അപ്പോൾ -3 എന്ന് വരും. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഫൈനൽ ആൻസർ. p of x = -x² + 4x - 3. ഈ ചാപ്റ്ററിലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.